വെൽക്കം ബാക്ക് ടു കേരള PSC ടോക്സ്. സോ നമ്മുടെ ചാനലിൽ ഇനി മുതൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഒക്കെ ഇട്ട് പഠിച്ചിട്ട് വരുന്ന കൂടെ തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മാർക്ക് എത്രയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് ലാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക. ചോദ്യം പറഞ്ഞതിന് ശേഷം ഒരു 5 സെക്കൻഡ് ഗ്യാപ്പ് തരും, അതിനുള്ളിൽ നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, നിർമ്മിത ബുദ്ധിയെ സുരക്ഷിതമാക്കാനായി വാഷിംഗ്ടണിൽ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടിയിൽ എത്ര രാജ്യങ്ങളാണ് ഒപ്പുവെച്ചിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നിർമ്മിത ബുദ്ധിയെ സുരക്ഷിതമാക്കാനായി എവിടെ വെച്ച് നടന്നാന്നാണ് ചോദിച്ചിട്ടുള്ളത്? വാഷിംഗ്ടണിൽ നടന്ന കേട്ടോ. വാഷിംഗ്ടണിൽ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടിയിൽ എത്ര രാജ്യങ്ങളാണ് ഒപ്പുവെച്ചിട്ടുള്ളത്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. അപ്പോൾ ആൻസർ ഞാൻ പറയാം, 18 രാജ്യങ്ങളാണ് കേട്ടോ. 18 രാജ്യങ്ങളാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, രണ്ടാമത്തേത്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ആൻസർ ചെയ്ത് നോക്കി, ശരിയായ ജോഡി ഏതാണ്? അപ്പൊ ഇതില് എല്ലാ ജോഡികളും ശരിയാണ് അല്ലേ? എല്ലാം ശരിയാണ്. ഇലക്ട്രോൺ JJ തോംസൺ, പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്, ന്യൂക്ലിയസ് ഏണസ്റ്റ് റുദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് സ്റ്റാരിക് ആണ് അല്ലേ? അപ്പൊ ഇതില് എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മയാണ് അല്ലെ? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ പ്രൊഫസർ ബെദവോലു രാമബ്രഹ്മം ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ, നോട്ട് ചെയ്യുക, ഭാഷാ സമ്മാനം പുരസ്കാരം നേടിയ പ്രൊഫസർ ബെദവോലു രാമബ്രഹ്മം ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? ഓപ്ഷൻ ഡി തെലുങ്കു ആണ് കേട്ടോ. തെലുങ്കു ആണ്. ഓപ്ഷൻ ഡി തെലുങ്കു ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, താഴെ പറയുന്നവയിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ്? ആൻസർ പറയാണ്, ഓപ്ഷൻ ഡി സോൺ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി സോൺ ആണ്. സുബൻസിരി, മാനസും ധൻസിരി ഒക്കെ നമ്മുടെ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് അല്ലെ? അടുത്തത്, UPSC ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? UPSC ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് UPSC ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ്. അടുത്ത ചോദ്യം, പാണ്ഡവ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? പാണ്ഡവ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ചെയ്ത് നോക്കിയേ. പാണ്ഡവ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ആൻസർ പറയാണ്, ഓപ്ഷൻ എ മധ്യപ്രദേശ് ആണ് കേട്ടോ. ഓപ്ഷൻ എ മധ്യപ്രദേശിലാണ് പാണ്ഡവ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മെയ്തികൾ, കുക്കികൾ എന്നിവർ ഏത് സംസ്ഥാനത്തെ പ്രധാന ഗോത്ര വിഭാഗങ്ങളാണ്? മെയ്തികൾ, കുക്കികൾ എന്നിവർ ഏത് സംസ്ഥാനത്തെ പ്രധാന ഗോത്ര വിഭാഗങ്ങളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ പറയാം, ഓപ്ഷൻ ഡി മണിപ്പൂരത്തെയാണ് കേട്ടോ. മണിപ്പൂരാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ദി അപ്രന്റീസ് എന്ന സിനിമ ഏത് ലോക നേതാവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്? ദി അപ്രന്റീസ് എന്ന സിനിമ ഏത് ലോക നേതാവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ആൻസർ ചെയ്ത് നോക്കൂ. ആൻസർ പറയാം. ഓപ്ഷൻ എ ഡൊണാൾഡ് ട്രംപ് ആണ് കേട്ടോ. ട്രംപിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. എന്താ സിനിമയുടെ പേരെന്താണ്? ദി അപ്രന്റീസ് ആണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏത്? ആൻസർ പറയാം. ഓപ്ഷൻ ബി കാസർഗോഡാണ് കേട്ടോ. ഓപ്ഷൻ ബി കാസർഗോഡാണ്. ഇന്ത്യയിലെ ഏതാനും സംസ്ഥാനങ്ങളെ പേര് ചുവടെ നൽകുന്നു? ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏവ? ആൻസർ ഇതില്ല. ആൻസർ പറയാം. ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4. ഓക്കെ, ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ് കേട്ടോ. ഈ 4 സംസ്ഥാനത്തിലും ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകളുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡി. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. സർവവിജ്ഞാനാഘോഷം ഡയറക്ടർ, 2008 പത്മഭൂഷൺ പുരസ്കാരം നേടി. 3 ഡിലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യൻ സാക്ഷരതാ മിഷൻ ഡയറക്ടർ കൂടിയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഉണ്ട്, എന്ന് ആൻസർ ചെയ്യൂ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. 1, 3, 4 മാത്രമാണ് ശരി. ഓക്കെ, 1, 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത്, സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? എന്ന് ആൻസർ ചെയ്യൂ. ആൻസർ പറയാം. 15ാം വകുപ്പാണ് കേട്ടോ. 15ാം വകുപ്പാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിച്ച തീയതി. ഇതെല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യമാണ്. ഒന്ന് ആൻസർ ചെയ്യൂ. ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിച്ച തീയതി. ആൻസർ പറയട്ടെ. ഓപ്ഷൻ ബി 5 നവംബർ 2013. 5 നവംബർ 2013. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏത്? കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ചെയ്യൂ. ആൻസർ പറയാം. ഓപ്ഷൻ എ ആണ് സി സ്പേസ് ആണ് കേട്ടോ. സി സ്പേസ് ആണ്. അടുത്ത ചോദ്യം, അലി സഹോദരന്മാർ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവരാണ്? അലി സഹോദരന്മാർ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവരാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ആൻസർ ചെയ്യൂ. ആൻസർ പറയാം. ഖിലാഫത്ത് സമരമാണ് കേട്ടോ. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ടതാണ് അലി സഹോദരന്മാർ. ഓക്കെ, അടുത്ത ചോദ്യം, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. ആൻസർ ചെയ്യൂ.
ആൻസർ ആണ് ഓപ്ഷൻ ബി പരുത്തിയാണ് അല്ലേ? ഓപ്ഷൻ ബി പരുത്തിയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഇന്ത്യൻ വ്യോമസേന വികസിപ്പിച്ച മിസൈൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചുവടെ പറയുന്നവയിൽ ഇന്ത്യൻ വ്യോമസേന വികസിപ്പിച്ച മിസൈൽ ഏതാണ്? ആൻസർ ചെയ്യൂ. ആൻസർ ഓപ്ഷൻ എ ആണ്, സമർ 2 ആണ് കേട്ടോ. സമർ 2 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. സമർ 2 ആണ്. അടുത്ത ചോദ്യം, പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന കൃതി രചിച്ചത് ആരാണ്? പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ സി ആണ്, വെട്ടം മാണിയാണ് കേട്ടോ. വെട്ടം മാണിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയിട്ടുള്ളത്? കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ അയ്യങ്കാളിയാണ് കേട്ടോ. ഓപ്ഷൻ എ അയ്യങ്കാളിയാണ്. അടുത്ത ചോദ്യം, മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം? മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം? മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം ഇതാണ്. ഓപ്ഷൻ ഡി വൈറസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി വൈറസ് ആണ്. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? ലോകത്ത് ആദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? ആൻസർ പറയാം. ഓപ്ഷൻ സി കൊച്ചിയാണ് കേട്ടോ. കൊച്ചി വിമാനത്താവളത്തിലാണ് ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിലാണ്. ഒരു പ്രധാന റാബി വിളയാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഒരു പ്രധാന റാബി വിളയാണ്. ആൻസർ പറയാം. ഓപ്ഷൻ സി പുകയിലയാണ് കേട്ടോ. ഓപ്ഷൻ സി പുകയിലയാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ആൻസർ പറയാം. ഓപ്ഷൻ എ ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. ഉപരാഷ്ട്രപതിയാണ്. അടുത്ത ചോദ്യം, നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപവൽകൃതമായ സംഗീതം ഏതാണ്? നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപവൽകൃതമായ സംഗീതം ഏതാണ്? ആൻസർ പറയാം. ഓപ്ഷൻ ബി കുറിഞ്ഞിമലയാണ് കേട്ടോ. ഓപ്ഷൻ ബി കുറിഞ്ഞിമലയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് ഇമ്പോർട്ടൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിച്ചാൽ അതിൽ 25ൽ എത്രയാണ് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നന്നായി പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. താങ്ക് യു.